എല്ലാം ഒരു ജോലി വെച്ച് എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഒരു നിമിഷം കൊണ്ട് അത് ഇല്ലാതാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു പെയിൻ വല്ലാത്തൊരു പെയിൻ ആണ്. അത് ഓവർകം ചെയ്യാനും കുറച്ചധികം പാടാണ്. പക്ഷെ എല്ലാം ഓവർകം ചെയ്തല്ലോ, ഞാൻ അവിടെ എത്തും, ആ ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും ഉറപ്പായിട്ട്. പിന്നോട്ടില്ല, ഉറപ്പാ. അത്രേ ഉള്ളൂ, പിന്നോട്ടില്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. കാരണം ഞാൻ ഒരുപാട് ടെസ്റ്റൊക്കെ എഴുതി ഒരു ജോലിയുടെ വക്കിലെത്തിയിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് ഒരുപാട് മൈൻഡൊക്കെ ഔട്ടായിട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ ഈ ഒരു പ്ലേസ്മെന്റിൽ എത്തി നിൽക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഹാർഡ് വർക്ക് ഉണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ സാറായാലും ടീച്ചേഴ്സ് ആയാലും അവരുടെ ആ ഒരു എഫേർട്ടും പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നപ്പോൾ കിട്ടിയ ഒരു പോസിറ്റീവ് വൈബും ആ പ്ലേസ്മെൻറ്റിൻ്റെ ഫോട്ടോ ഒക്കെ കാണുമ്പോഴും ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ പരസ്പരം സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഫോട്ടോയും എൻ്റെ ഫോട്ടോയും ഇതുപോലെ ഇവിടെ വരാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ. അങ്ങനെ പ്രതീക്ഷയിലായിരുന്നു. ഇപ്പോൾ ആ ഒരു ദിവസം വന്നെത്തിയിരിക്കുകയാണ്. നമ്മൾ എടുത്തില്ലെങ്കിൽ പോലും നമ്മളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇൻ്റർവ്യൂസ് ഒക്കെ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ട് നമ്മൾ ആ എൻട്രി ചെയ്യുന്ന ടൈം തൊട്ട് നമ്മൾ അവരെ വിഷ് ചെയ്ത് അവിടെ ഇരിക്കുന്ന പൊസിഷൻ ഉൾപ്പെടെ വരെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അല്ല IT ബാക്ക്ഗ്രൗണ്ട് ആണോ നോൺ IT ബാക്ക്ഗ്രൗണ്ട് ആണോ എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ് എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതെനിക്ക് മനസ്സിലായി, അതൊരു നമ്മുടെ സ്കില്ലിനും നമ്മുടെ അക്കാദമിക്സിനും മുന്നിൽ അതൊരു ഫാക്ടറി അല്ലെന്ന് മനസ്സിലായി.